പുറം കണ്ടാൽ വെളുത്തുള്ളിയല്ലെന്ന് ആരും പറയില്ല. ഈ വ്യാജന് ഏതാണ്ട് 100 ഗ്രാം ഭാരമുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? യഥാർത്ഥ വെളുത്തുള്ളിക്കൊപ്പം 1-2 വ്യാജൻ കൂടി കയറ്റി ഉപഭോക്താക്കളെ പറ്റിക്കുന്ന പരിപാടിയാണ് നടക്കുന്നത്. നീ കുറെ നേടുന്നുണ്ടല്ലേ. വെളുത്തുള്ളിക്ക് മഹാരാഷ്ട്രയുടെ ഗ്രാമീണ മേഖലകളിൽ 300 രൂപ വരെ വില ഉയർന്നിട്ടുണ്ട്. എന്റെ ഈ സാധനത്തിന് ഇങ്ങനെ പോറുണ്ടാടാ. വിലക്കയറ്റത്തിനൊപ്പം ഭാരം കൂടുതലുള്ള വ്യാജൻ കൂടിയാകുമ്പോൾ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടും. സിമന്റിന് വില കൂടുതലായതിനാൽ സിമന്റ് രൂപത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചാകും വ്യാജന്റെ നിർമ്മാണം എന്നാണ് കരുതുന്നത്. എടാ ജോയ്, എന്തോ എവിടെ നിന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ട് ബുദ്ധി? ഏതായാലും വ്യാജനെതിരെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഉയരുന്നത്. ഇനിയിപ്പൊ ഈ സമാധാനത്തിന് എന്ത് ചെയ്യൂടാ? മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര.